ശശി തരൂർ വീണ്ടും മോദിയെ പുകഴ്ത്തി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മോദിയുടെ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് ഈ നാവികരെ രക്ഷിക്കുന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് തരൂര് മോദിയെ പുകഴ്ത്തിയിരിക്കുന്നത്. കോൺഗ്രസിന് വല്ലാതെ കൊണ്ടിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധിക്കുള്ള ജന്മദിന സമ്മാനമെന്നാണ് BJP അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, കോൺഗ്രസിനകത്തുള്ള ഒരു അഭിപ്രായ ഏകീകരണമില്ല എന്നുള്ളതും കോൺഗ്രസിൻ്റെ ഒരു പക്ഷം രാജ്യവിരുദ്ധരാണ് എന്നുള്ളത് തുറന്നു കാണിക്കാനും BJPക്ക് വ്യക്തമായിട്ട് കഴിയുന്നുണ്ട്. ശരിയായ പക്ഷത്തും രാജ്യത്തിനൊപ്പവുമാണെന്നുള്ള നിലപാടാണ് അവിടെ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിനെ ഇങ്ങനെ തുറന്നു കാണിക്കാനായിട്ട് BJPക്ക് അവസരം ഒരുക്കി കൊടുക്കുകയല്ലേ തരൂർ. ഇങ്ങനെ ബന്ധപ്പെട്ട് തരൂർ അവിടെ നിൽക്കണോ? ഇങ്ങ് പോന്നാൽ പോരെ BJPയിൽ? ഇല്ല, അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം കോൺഗ്രസ് വിട്ട് എങ്ങും പോവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സിന് ആവശ്യമുള്ളിടത്തോളം കാലം അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ ഇത് ഒരു കാര്യമുള്ളത് പ്രിയൻ, ഇത് അദ്ദേഹം പുകഴ്ത്തുമൊന്നുമല്ല ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദിയെ. ഒരു പ്രതിപക്ഷ പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഓരോ ഇഷ്യൂസിനെയും ആ ഇഷ്യൂസിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ചിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ നാവികരുടെ പ്രശ്നം ഇന്ത്യൻ പ്രധാനമന്ത്രി G7 സമ്മിറ്റിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് നേരിട്ട് പറഞ്ഞതാണ്, വളച്ചുകെട്ടൊന്നുമില്ലാതെ അദ്ദേഹം പറഞ്ഞതാണ്. നിങ്ങൾ ഇറാനും ആയിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചു, അതിൽ നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പശ്ചിമേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് തന്നെയാണ്. അത് ഡയലോഗ് വഴിയും ഡിപ്ലോമസി വഴിയും ഡിസ്കഷൻ വഴിയാണ് നടത്തേണ്ടത്. അതിൽ നിങ്ങൾ വിജയിക്കുകയാണ്, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള രംഗമുണ്ട് ഈ ഹോർമുസ് സ്ട്രെയ്റ്റിൽ കൂടിയുള്ള സമുദ്ര ഗതാഗതം, മാരിടൈം ബിസിനസ്, അതും പിന്നെ കപ്പലിലുള്ള ജീവനക്കാരുടെ സുരക്ഷിതത്വവും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ പശ്ചിമേഷ്യയിലെ സമാധാനത്തിൻ്റെ ഒപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ്, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് മറൈൻ ജീവനക്കാരുടെ, സീഫെയറേഴ്സിൻ്റെ സുരക്ഷിതത്വം. ഇപ്പം 3 നാവികരെ വെടിവെച്ച് കൊന്നുവല്ലോ അമേരിക്കൻ നാവി. അത് കഴിഞ്ഞിട്ടും ട്രംപ് കള്ളം പറഞ്ഞു എന്നാണ് പറയണേ. അതാ ഞങ്ങളല്ല വെടിവെച്ച്, ഇറാനിയൻസാണ് വെടിവെച്ചെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഞങ്ങൾ വളരെ ദുഃഖിതരാണ് ആ കാര്യത്തിൽ എന്ന് പ്രധാനമന്ത്രി ലോക സമക്ഷമാണ് പ്രസിഡന്റിൻ്റെ അടുത്ത് പറഞ്ഞത്. എല്ലാവരും കേട്ടുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് ഇന്നലെ മിനിങ്ങാന്ന് പറ്റി ഏതൊരു കരയെന്നാവും എന്തോട്ട് പറഞ്ഞ ഒരു കുരങ്ങൻ, കോൺഗ്രസ് നേതാവാണ്. അയാൾ പറഞ്ഞു മോദി വേണ്ട രീതിയിലൊന്നും പ്രസിഡന്റിൻ്റെ അടുത്ത് ഈ സീഫെയറേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന്. അപ്പം അതിനുള്ള മറുപടിയായിട്ടാണ് ഈ ശശി തരൂർ പറഞ്ഞു. ശശി തരൂർ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഭരണകക്ഷി ചെയ്യണ എല്ലാത്തിനെയും കണ്ണടച്ച് എതിർക്കുക എന്നുള്ളതല്ല, നല്ലതിനെ സ്വാംശീകരിക്കുക, നല്ലതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക, കുറേ കൂടി നന്നായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ അതിനെ വിമർശിക്കുമ്പോൾ എന്താണ് പോരായ്മ എന്നുള്ളത് ചൂണ്ടിക്കാട്ടി വിമർശിക്കുക. ഇപ്പോൾ രാഹുൽ ഗാന്ധി കാണിക്കുന്ന കണ്ണടച്ച് വിമർശിക്കുക എന്ന് മനസ്സിലായില്ലേ? മഴ പെയ്തു കഴിഞ്ഞാൽ അതിനും കുറ്റം നരേന്ദ്രമോദിക്ക്, മഴ പെയ്തില്ലെങ്കിൽ അതിനും കുറ്റം നരേന്ദ്രമോദിക്ക്, നൈജീരിയയിൽ ഭൂകമ്പമുണ്ടായ അതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്ക്. ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പോളിസി. നമ്മുടെ CPM കാരൻ ചെയ്യണമാണ്, മറ്റുള്ളവരൊക്കെ ചെയ്യണ വിഡ്ഢിത്തരം ഞങ്ങൾ ചെയ്യണ മാത്രം എന്താ നല്ലത്. അത് മറ്റേ ഇവരുടെ ഒരു ട്രേഡ് മാർക്കാണ്. അത് നമ്മുടെ ഈ ഗോവിന്ദൻ്റെ, MV ഗോവിന്ദൻ്റെയൊക്കെ. ഏതായാലും ശശി തരൂർ ആ ലെവലിലേക്ക് പോയിട്ടില്ല. ജനാധിപത്യത്തിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളാണ് അദ്ദേഹം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹമാസിനെ അദ്ദേഹം കുറ്റം പറഞ്ഞു. ഒക്ടോബർ 7, 2023 ഇസ്രായേലിൽ കാട്ടിക്കൂട്ടിയ കൂട്ടക്കൊല്ല ഹമാസ് ചെയ്ത് അതിനെ അദ്ദേഹം നിശിതമായിട്ട് വിമർശിച്ചു. അതോടുകൂടിയാണ് നമ്മുടെ ഈ കോയമാർക്ക് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് അവർ പരിഗണിക്കാതിരുന്നത്. അതല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ട് കിടന്നാണ് ശശി തരൂറാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നും. ഹമാസിനെ വിമർശിച്ചപ്പോൾ അവർക്കൊക്കെ ഉണ്ട്. എവിടെയോ കിടക്കണ ഹമാസ്. ഇവന്മാർക്ക് ഹമാസിൻ്റെ ഉദ്ദേശം എന്താണെന്നോ ഹമാസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നോ ഒന്നും അറിയില്ല ഇവിടെയുള്ളവർക്ക്. മറ്റേ ഇതാണ് കോയമാരാണെന്നറിയാം അവിടെയുള്ള ദുബായും അവിടെയുള്ള എന്താ പറയുക പശ്ചിമേഷ്യയിലുള്ള കോയന്മാരാണ്. ആ കോയന്മാർക്ക് എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ ശത്രുക്കളാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊന്ന്. പിന്നെ വേറൊന്ന്, കോൺഗ്രസിൻ്റെ ഇതുവരെയായിട്ടും 12 വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും ഒരു ഇഫക്റ്റീവ് ഓപ്പോസിഷനായിട്ട് കോൺഗ്രസിന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നിലും പാർലമെൻറ്റിൽ പോയി അവിടെ നടപടികൾ സ്തംഭിപ്പിക്കുക, അതല്ലെങ്കിൽ നരേന്ദ്രമോദിനെ പള്ളു പറയാം നേരം വിളിച്ചാൽ രാത്രിയാവോളും. ഇതിനപ്പുറത്ത് അവരുടെ ജനാധിപത്യം ഇല്ല.
അവർക്ക് ഇപ്പോഴും അവരുടെ കുടുംബ ഭരണമാണ്, ഡിക്റ്ററ്റോറിയൽ ഭരണമാണ്, ഏകാധിപത്യത്തോടാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അതിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് അവരെടുക്കുന്നത് മുഴുവനും. ഇപ്പം ശശി തരൂർ പറഞ്ഞതിൽ എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 2014 ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ ഒരു ക്ലീൻ ഇന്ത്യ മൂവ്മെൻറ്റ് തുടങ്ങി പ്രധാനമന്ത്രി. അതിന് എന്താ ഒരു എല്ലാവരും ചൂലൊക്കെ എടുത്ത് അടിച്ചു വാരണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ആദ്യമായിട്ടത് ഞാൻ കണ്ടത് ശശി തരൂറാണ് ഒരു ചൂലൊക്കെ എടുത്തിട്ട് അടിച്ചു വാരണ കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ അവസാനം എഴുന്നേറ്റ് കിടക്കാൻ ജീവനില്ലാണ്ടിരുന്ന പിണറായി വരെ വന്നിട്ട് അത് അടിച്ചു വാരണ കണ്ടു. 2016 അയാൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം. എന്താ തോമസ് ഐസക് ഏതോ ഒരിടത്ത് പോയി ബാത്റൂമിൽ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ബേബി ഒരു വീട്ടിൽ പോയി പാത്രം കഴുകി കൊടുക്കണ്ടായിരുന്നു. MA ബേബി, അവരുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി. അപ്പോൾ ഇത് നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അത് നല്ലതാണെന്ന് പറയുക. ഏതെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിനെ നിശിതമായിട്ട് വിമർശിക്കാം. അതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ചുമതല. അപ്പോൾ കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ട്രാക്ക് നഷ്ടപ്പെട്ടു. അവർക്ക് റിയാലിറ്റി ആയിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു. അവരിങ്ങനെ ഇപ്പോൾ ഒരു മായാലോകത്തിൽ ജീവിക്കുകയാണ്. ജനങ്ങളൊക്കെ അവർക്ക് വോട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈ ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ വളരെ പുകഴ്ത്തി കഴിഞ്ഞപ്പോൾ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു അത് ഇന്ത്യൻ മോദിനെ അല്ല പറഞ്ഞത്, രാഹുൽ ഗാന്ധിനെയാണ് പറഞ്ഞതെന്ന്. ജനങ്ങൾ മുഴുവൻ കേട്ടോണ്ടിരിക്കുക. അവർ അയാളുടെ വിചാരം ഇപ്പോഴും ജനങ്ങൾക്ക് വിവരമില്ല എന്നാ. അവരൊക്കെ ഈ മല്ലികാർജുൻ ഖർഗെയുടെ പാവം അവർ ഇങ്ങനെ നടക്കുക, 86 വയസ്സായി 84 വയസ്സായി ഇങ്ങനെ നടക്കുക, അത് പാവം. അപ്പോൾ സാറിന് ഇപ്പോൾ ഇതിനകത്തൊരു തുടർച്ച എന്ന് പറയാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചിതമായിട്ട് വിമർശനം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു പക്ഷത്ത്, എന്നാൽ രാജ്യത്തിൻ്റെ നയങ്ങളോടൊപ്പം ശരിയായ കാര്യങ്ങളോടൊപ്പം എന്നാൽ അതിനെ ക്രിയേറ്റീവ് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായിട്ട് ശശി തരൂരും നിൽക്കുന്നു. ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ശശി തരൂരിൻ്റെ, സാർ ആദ്യം പറഞ്ഞല്ലോ അദ്ദേഹം കോൺഗ്രസ് വിടില്ല എന്നുള്ള, ശശി തരൂരിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? കോൺഗ്രസിനകത്ത് ഇങ്ങനെ എത്ര നാൾ നിൽക്കും അവഗണിക്കപ്പെട്ട്, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രത്യക്ഷത്തിലൊരു സ്ഥാനവും ലഭിക്കാതെ, സ്ഥാനമൊക്കെ ഉണ്ട് പേരിന് വേണ്ടിയിട്ട്, നാംകി വാസ്തേ എന്ന് പറയുന്ന പോലെ, അത്രയേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ എത്ര നാൾ തുടരാൻ കഴിയും? ഒരു സ്റ്റേജ് വരെ അത് ഇപ്പോൾ ഓർമ്മയുണ്ട്, 2014 തൊട്ട് 2019 വരെ ശശി തരൂർ ലോക്സഭയിൽ ഏറ്റവും മുമ്പിലത്തെ നിരയിലാണ് ഇരുന്നത്. രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്താണ് ഇരുന്നിരുന്നത്. ഇപ്പോൾ അദ്ദേഹം എവിടെ ഇരിക്കുന്ന പുറകിലത്തെ റോയിലാണ്. അദ്ദേഹത്തിന് പ്രസംഗിക്കാനായിട്ടുള്ള അനുമതിയൊന്നും കൊടുക്കാറില്ല അവർ. അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ഇരു സഭകളെയും അഭിസംബോധന ചെയ്യുമ്പോൾ അതിൻ്റെ നന്ദി പ്രമേയ ചർച്ചയിലുള്ള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചിരുന്നത് പ്രധാനമായിട്ട് ശശി തരൂറായിരുന്നു. യൂണിയൻ ബജറ്റിനെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാർലമെൻറ്റിൽ എപ്പോഴും ശശി തരൂരായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അല്ലല്ലോ. ഇപ്പോൾ വലിയ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള വേണുഗോപാലാണ് ഇപ്പോൾ എല്ലാം. രാഹുൽ ഗാന്ധിയുടെ ട്യൂഷൻ മാസ്റ്ററും ഒക്കെ ആയിട്ടുള്ള വേണുഗോപാലാണ് എല്ലാ കാര്യങ്ങൾക്കും ഇത് മുൻകൈ എടുത്തിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പോരായ്മകളും അതിൻ്റെ അഡ്വാൻറ്റേജസും ഒക്കെ കാണാനുണ്ട്. ഇപ്പം ശശി തരൂരിന് ഇങ്ങനെ അവർ മനഃപൂർവ്വം ഇത് ചെയ്തിടുകയാണെങ്കിൽ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അളമുട്ടിയാൽ ചേരയും തിരിഞ്ഞു കടിക്കുമെന്ന് പറഞ്ഞ് കേട്ടാറില്ലേ, അതേപോലെ അത് ഇട്ടേച്ച് പോവും. അതുപോലെ ഈ മാധവ് റാവ് സിന്ധ്യയുടെ മകനില്ലേ, ജ്യോതിരാദിത്യ സിന്ധ്യ, ഒരു വളരെ വലിയ കോൺഗ്രസ്സുകാരനല്ലായിരുന്നു. അത് BJP എന്തോരം വിമർശിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടുപോയത്? ഈ ആർക്കാണെങ്കിലും അംഗീകാരം കിട്ടാതെ വരുമ്പോൾ, അക്സെപ്റ്റൻസ് കിട്ടാണ്ട് വരുമ്പോൾ കോൺഗ്രസ് വിട്ടുപോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ട് വരേണ്ടതാണ്. അദ്ദേഹത്തിനെ ഒതുക്കിയില്ല. അവർ ഒതുക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം BJP പോയി ആസാമിൽ മുഖ്യമന്ത്രി, ഏറ്റവും പവർഫുൾ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ ഇന്ത്യയിലത്തെ. അതുപോലെ ഇപ്പോൾ സുവേന്ദു അധികാരിക്ക് തൃണമൂൽ കോൺഗ്രസ് എന്ന് കിട്ടിയ തിക്ത അനുഭവമാണ് അദ്ദേഹത്തെ BJPയിലേക്ക് നയിച്ചത്. അതുപോലെ വേറൊരാളെ ഉയർന്നു വരാൻ സമ്മതിക്കില്ല. രാഹുൽ ഗാന്ധിയുടെ അപ്രമാദിത്വത്തെ ചലഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ജഗ്മോഹൻ റെഡ്ഡിയുണ്ട് തെലങ്കാനയിൽ, ആന്ധ്രാപ്രദേശിൽ. അയാളെ പിടിച്ച് എത്രയോ ദിവസം ജയിലിലിട്ട കോൺഗ്രസ് ഭരണകൂടം. കാരണം രാഹുൽ ഗാന്ധിയുടെ പദവി പോവില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് പേടിച്ചിട്ട്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ശശി തരൂരും പോവുമായിരിക്കും കോൺഗ്രസ്. നമുക്കത് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ അവർക്കൊരു ഒരു പ്രശ്നമുള്ളത്, ഈ ഗാന്ധി കുടുംബത്തിനും കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാർക്കും ശശി തരൂരിനെ കാണുമ്പോൾ അവർക്ക് ഒരു അപകർഷതാബോധമുണ്ട്.
ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാനുള്ള, ഇത്രയും നന്നായിട്ട് ലോക വിവരം അറിയാവുന്ന ഒരാൾ ഇല്ല. ഇത്രയും നന്നായിട്ട് എന്താ ലോക രാഷ്ട്രപ്രതിനിധികളെയൊക്കെ എന്താ പറയണ അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് ഉള്ള അവസരം കിട്ടിയിട്ടുള്ള വേറെ ആരും ഇല്ല കോൺഗ്രസ്സിൽ. ഇപ്പോൾ ശശി തരൂരിനൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ഗ്ലോബൽ അറീനയിൽ. എല്ലാവരും അറിയാൻ ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലോ അങ്ങനെ എന്തൊരു തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. കോഫി അണ്ണൻ്റെ കൂടെയും അതേപോലെ മറ്റ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽമാരുടെ കൂടെയൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആരോട് ഏത് വിഷയത്തെക്കുറിച്ചും അധികരിച്ച് സംസാരിക്കാൻ പറ്റും. കോൺഗ്രസ് ആയിപ്പോയി എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസ്സുകാരനായിപ്പോയി എന്നുള്ള ഒരു പോരായ്മയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് ഇട്ടിട്ട് പോയിരിക്കുക. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. എപ്പോഴാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ ഈ ബി ജെ പിയിലാണ് ഇപ്പോൾ ഒരു എന്താ പറയുക ബയേഴ്സ് മാർക്കറ്റ് പോലെയാണോ, എന്താ എത്ര ഉള്ളവരൊക്കെ ബി ജെ പിയിലേക്ക് ഓടിച്ചില്ലേ. ഇപ്പോൾ ഉദ്ധവ് താക്കറെ അയാളുടെ 3 MP അവശേഷിച്ചിരുന്നു, അവരും വിട്ടേച്ച് പോയി. ഇപ്പോൾ ആയിക്കൂടി ഒരു ശിവസേനയുള്ളൂ എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. അതുപോലെ മറ്റേ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും പൊളിച്ച ആൾക്കാർ മുഴുവൻ BJP ചേരാൻ പോവാന്ന്. ഇത്രയേ ഉള്ളൂ അവിടുത്തെ കാര്യമൊക്കെ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ ഇപ്പോൾ പിണറായി വിജയൻ എപ്പോഴാണ് BJP ചേരണേന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.